ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റനായി ബിന്നിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബിന്നി ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചു. ക്യാപ്റ്റൻസി ടാസ്കിൽ സത്യം പറഞ്ഞാൽ ആര്യനായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആര്യൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണം ബിന്നിയാണ് ജയിച്ചത്. മാത്രമല്ല ബിന്നിയുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ല് കൂടിയാണത്. ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് ഗാർഡൻ ഏരിയയിലാണ്. ക്യാപ്റ്റൻസി ടാസ്കിന് മത്സരിക്കുന്നത് അക്ബറും ബിന്നിയും ആര്യനുമാണ്. ഇവർക്ക് 3 പേർക്കും ക്യാപ്റ്റൻ എന്ന അക്ഷരങ്ങൾ ഫില്ല് ചെയ്യാൻ പാകത്തിന് 3 ബോർഡുകൾ വീതം വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബാസ്ക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാസ്ക്കറ്റിൽ നിന്നും അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് പോയി ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൽ ഫില്ല് ചെയ്ത് വെക്കുക എന്നതാണ് ടാസ്ക്. പക്ഷേ ക്യാപ്റ്റൻ്റെ അവസാനത്തെ ലെറ്ററായ എന്ന് മാത്രം ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പെഡസ്റ്റലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൽഫബറ്റ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എന്നെ വന്ന് എടുക്കേണ്ടത്. എന്നെ ഒരാൾക്ക് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആര്യനാണ് ഈ ഒരു ടാസ്കിൽ ആദ്യം തന്നെ ഏറ്റവും അക്ഷരങ്ങൾ ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞത്. പക്ഷേ ആര്യന് ടാസ്ക് ശരിക്കും മനസ്സിലായില്ല. എന്നെ പ്രത്യേകം വേറൊരു പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന ആരും കണ്ടില്ല. ആര്യൻ സ്റ്റിൽ ബാസ്ക്കറ്റിൽ തപ്പിക്കൊണ്ടിരിക്കുക എന്നെവിടെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ സമയത്ത് ബിന്നിക്ക് 2 അക്ഷരം കൂടെ വെക്കാനുണ്ടായിരുന്നു. എന്നിട്ടും ബിന്നി ഓടിച്ചെന്ന് ആ ഒരു അക്ഷരങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന ശേഷം നേരെ ബിന്നി തന്നെ പോയി ഓപ്പോസിറ്റ് പെഡസ്റ്റലിൽ പോയി ആ എന്ന ലെറ്റർ എഴുതി ആ ഒരു ക്യാപ്റ്റൻ എഴുതിയിരിക്കുന്ന ബോർഡിൽ വെച്ച് ബിന്നി ക്യാപ്റ്റനാകുന്നു. ശരിക്കും പറഞ്ഞാൽ ആര്യനായിരുന്നു ആകേണ്ടിയിരുന്നത്. പക്ഷേ ആര്യൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണമാണ് ബിന്നി ആയത്. എന്തായാലും ബിന്നി 4ാം തവണയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ 4ാമത്തെ തവണ ബിന്നി ബിഗ് ബോസ് വീട്ടിലെ ആദ്യ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. ഇത്തവണ ഒരു വനിതാ ക്യാപ്റ്റനാണ്. എന്തായാലും ബിന്നി എങ്ങനെയാണ് വീട് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ബിന്നിയാണ്. നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരമായി കാണാറുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി ഉടൻ തന്നെ ലൈവിൽ കയറുന്നതായിരിക്കും. ഇവർ കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.